അപ്പോൾ ഇതാണ് ഐഫോൺ 13 പ്രോ ലെതർ കേസ്. ഇപ്രാവശ്യം ലെതർ കേസ് വാങ്ങിയിട്ടുണ്ട് വിത്ത് മാഗ്സേഫ്. ഇത് ആപ്പിളിൻ്റെ ഒറിജിനൽ കവർ. ഇത് ഒരു പർപ്പിൾ കളർ എന്ന് പറയും. തുറന്നു നോക്കാം. ഇതാണ് ആപ്പിളിൻ്റെ ലെതർ കവർ. ഇത് ഫീൽ വലിയ സുഖമൊന്നുമില്ല, വലിയ ലെതറിൻ്റെ ഫീലൊന്നും കിട്ടുന്നില്ല, ഒരു പ്ലാസ്റ്റിക് ഫീലാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്വീഡ് ഫീലുണ്ട്. മാഗ്സേഫിൻ്റെ റിങ്ങും കാണുന്നുണ്ട്. പിന്നെ ബട്ടൺസ് ആണ് ഇതിൻ്റെ ഒരു നല്ല പ്രത്യേകത. ഒരു മെറ്റൽ ഫിനിഷ് ഉണ്ട് കമ്പയർ ടു മറ്റേ സിലിക്കോൺ കവറിന് കമ്പയർ ചെയ്യുമ്പോൾ. സിലിക്കോൺ പിന്നെ ഒരു പ്ലാസ്റ്റിക്, ഇതൊരു മെറ്റൽ ഫീലുണ്ട്, ഒരു പ്രീമിയം ഫിനിഷ് ഉണ്ട്. ഓവറോൾ ലെതറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാൽ ഒരു പ്രീമിയം ഫിനിഷ് തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വേറെ ടയർ ഇതിന് കുറച്ച് അധികമായിരിക്കും. പിന്നെ വേറെ പ്രത്യേകത, ഈ കവർ ഇടുമ്പോൾ ആ കവറിൻ്റെ കളറും ആ സ്ക്രീനിൽ കാണിക്കും ഫോണിൻ്റെ. അതിപ്പോൾ നോക്കിക്കോ, കണ്ട ആ പർപ്പിൾ കളർ അവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആപ്പിളിൻ്റെ ലെതർ കവർ. ഇത് പിന്നെ സമയം കഴിയുന്നവർ കുറച്ച് വേഗം പഴക്കം കാണും. നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്കിങ് വരും, വേഗം സ്ക്രാച്ച് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. സിലിക്കോനെ പോലെ അത് കീറാനും തുടക്കാനും വലിയ സുഖമില്ല. ഇതിപ്പോൾ ഫ്ലാറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റായിട്ട് നിൽക്കുന്നുമുണ്ട്. അത് നല്ല കൺവീനിയൻ്റ് ആണ്. ക്യാമറ ഇപ്പോൾ തൊടുന്നില്ല. അതിൻ്റെ മെയിൻ ആവശ്യം ഈ കവർ വാങ്ങുന്നത് തന്നെ. നല്ല ഭംഗിയിലത് നിൽക്കുന്നുണ്ട് ഫ്ലാറ്റായിട്ട്. കവറ് മൊത്തത്തിൽ നല്ല തന്നെ കൈമ പിടിക്കാനല്ലോ. പക്ഷേ ആ സിലിക്കോണിൻ്റെ നല്ല ഫീൽ കിട്ടുന്നില്ല. ഒരു ലെതർ, ഒരു പ്രീമിയം ലെതർ എന്ന് പറയുന്നത് സാധാരണ ബട്ടൺസ് എല്ലാം തൊടാൻ സൗകര്യം തന്നെ. കൈവെക്കാനും പിടിക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല. ബട്ടൺ അമർത്താനും എളുപ്പം തന്നെ. അപ്പോൾ ഇതാണ് ആപ്പിളിൻ്റെ ഐഫോൺ 13 പ്രോ ലെതർ കവർ കേസ്.